ധനുമാസ പുലരിയിൽ ഭക്തിസാന്ദ്രമായ സന്നിധാനം. ഇന്നലെ 71,209 പേർ ശബരിമലയിലെത്തി. ഇന്നും സമാന രീതിയിലുള്ള തിരക്ക് ഉണ്ടാകും. ഇത്തവണ വരുമാനത്തിലും വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, ഓരോ ദിവസം കഴിയുന്തോറും സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചു വരുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം വരുമാന വർധനവും രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് സന്നിധാനത്ത് നിന്നുള്ള വിശേഷങ്ങൾ എങ്ങനെയാണ്? ധനുമാസ പുലരിയാണ്, രാവിലെ ധാരാളം ഭക്തർ അയ്യനെ കണ്ടു തൊഴുന്നതിനായി എത്തിച്ചേരുന്നുണ്ടോ? തീർച്ചയായും സ്വാമി ശരണം. ധനുമാസ പുലരിയിൽ മഴ മാറി നിൽക്കുന്നു. നിരവധി ഭക്തജനങ്ങൾ അങ്ങനെ അയ്യനെ കാണുവാൻ വേണ്ടി ഈ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയാണ്. നമ്മൾ ആ പുറകിൽ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഓരോരുത്തരും ശരണം വിളികളോടുകൂടി തന്നെ ആ സോപാനത്തിനരികിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. അവരുടെ ആ ഇരുമുടിക്കെട്ടും അതോടൊപ്പം തന്നെ ആ ഓരോ അയ്യപ്പന്മാരുടെയും ആ മുഖത്തുള്ള ആ ഒരു രാവിലെ ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും അങ്ങനെ കാത്തിരുന്ന്, അതായത് ഓരോ മണ്ഡലകാലവും കാത്തിരിപ്പാണ് അയ്യപ്പൻ്റെ തിരുസന്നിധിയിലെത്താൻ, പ്രാർത്ഥിക്കാൻ, അയ്യപ്പനെ ആ ഒരു ദർശനം ലഭിക്കുവാൻ വേണ്ടി ഓരോ വർഷവുമുള്ള ഓരോ അയ്യപ്പ ഭക്തരുടെയും കാത്തിരിപ്പ്. അതുതന്നെയാണ് ഇവിടെ ഈ സോപാനത്തിന് അരികിലേക്ക് എത്തുമ്പോൾ അവരുടെ ആ മുഖത്ത് കാണുന്ന സന്തോഷത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത് 72,000-ഓളം ഭക്തജനങ്ങളാണ്. സമാന രീതിയിൽ തന്നെയാണ് ഓരോ ദിവസവും ഈ തിരക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ഈ വരുമാനത്തിനും വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം 29 ദിവസം കഴിഞ്ഞ് 30 ദിവസം കഴിയുമ്പോഴേക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തരത്തിലുള്ള ഒരു വർധനവ് വന്നിട്ടുണ്ട്. അതായത് 169,89,224 രൂപയാണ്. അതായത് 29 ദിവസത്തെ വരുമാനം ലഭിച്ചിട്ടുള്ളത്. ഇത് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയൊരു വർധനവ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അരവണ വിൽപ്പനയിൽ 17 കോടിയുടെ വർധനവ് ഉണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ ഭക്തജനങ്ങളുടെ എണ്ണം കൂടുന്നു, വരുമാനം കൂടുന്നു. ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടും അതിൻ്റെ ഒരു പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന അമ്പലം അത് തന്നെയാണ്. ഓരോരുത്തരും ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ഓരോ മണ്ഡലകാലവും അങ്ങനെ എത്തുകയാണ്. ധനുമാസ പുലരിയാണ്. വളരെയധികം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. അതോടൊപ്പം തന്നെ തിരക്കും വർദ്ധിച്ചു വരുന്നുണ്ട്. രാവിലെയാണ് സാധാരണ, അതായത് 3 മണിയോടുകൂടി നട തുറക്കും. 3:30ക്കാണ് നെയ്യഭിഷേകം തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ അയ്യപ്പനെ കാണുവാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന നിരവധി ഭക്തജനങ്ങളുണ്ട്. രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതിന് ശേഷം ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ ഇവിടെ കാത്തു നിന്ന് രാവിലെ അയ്യപ്പനെ ദർശിക്കും. എന്തായാലും ഇപ്പോൾ ഈ എരുമേലി വഴിയും അതോടൊപ്പം തന്നെ ഓരോ പാതകൾ വഴിയും എത്തുന്ന അയ്യപ്പ ഭക്തർ ഇവിടെ എത്തി ഈ 18ാം പടി ചവിട്ടിയ ശേഷം മുകളിലേക്ക് കയറി ഈ ഫ്ലൈ ഓവർ വഴിയാണ് ഇങ്ങനെ സോപാനത്തിന് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരോരോരുത്തരും അങ്ങനെ പോവുകയാണ്. നമുക്ക് ഈ ക്യൂ സംവിധാനമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ തന്നെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് അവരെ ദർശനത്തിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും ആ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് അവരെ കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 18ാം പടിയിലേക്ക്, അതായത് ഇന്ന് മുതൽ പുതിയ പോലീസ് ബാച്ച് കയറുകയാണ്. അവർക്ക് പരിശീലനം നൽകുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നൽകി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സോപാനത്തിന് അരികെയാണ്. ഭക്തജനങ്ങൾ അങ്ങനെ എത്തുന്നുണ്ട്. കുഞ്ഞ് മാളികപ്പുറങ്ങളുണ്ട്, കുഞ്ഞ് അയ്യപ്പന്മാരുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ. അവരൊക്കെ ശരണം വിളിയോടുകൂടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഭക്തജനങ്ങൾ അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ മണ്ഡലകാലം. എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് ഓരോരുത്തരെയും കാണാൻ സാധിക്കും. ഈ വരിയിലൂടെ അവർ അയ്യൻ്റെ സന്നിധിയിലേക്ക് മുന്നിലേക്ക് എത്തുകയാണ്. കാനനവാസനെ കലിയുഗ വരദനെ കാണുവാൻ വേണ്ടി മല ചവിട്ടി വ്രതം നോറ്റ് മാലയിട്ട് വന്ന ഓരോ ഭക്തജനങ്ങളുമാണ്. എന്തായാലും സ്വാമി ശരണം. സ്വാമി ശരണം. കന്യാകുമാരി. நல்லா இருந்து தர்ஷனம் நல்லா இருக்கு. இல்லை கன்னியாகுமரியிலேருந்து வரோம் நாங்கள். ഇത് 6வது தடவை. ഇപ്പോൾ 6ാമത്തെ തവണ വരുന്ന മാളികപ്പുറം അവരെയാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഓരോരുത്തരും ഇങ്ങനെ വന്നിട്ടുണ്ട്. മാളികപ്പുറം, കുഞ്ഞു മാളികപ്പുറം ഒക്കെ ഉണ്ട്. పేరెంతా స్వామి శరణం. స్వామి వైజాగ్ నుంచి వచ్చాం మేము విశాఖపట్నం నుండి. ఈసారి చాలా
బోర్డు వారు మాత్రం చాలా హ్యాపీగా మంచిగా చేశారు. గత సంవత్సరం అయితే చాలా ఇబ్బంది పెట్టాము. ఈ సంవత్సరం అయితే 100% చాలా బాగుంది. మాకు 2 hours దర్శనం అయిపోతుంది. చాలా బాగుంది ఈ సంవత్సరం అయితే మాత్రం. ബോർഡ് വാർക്ക് മാത്രം പ്രത്യേകിച്ച് ധന്യവാദം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ ദർശനത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും അതോടൊപ്പം തന്നെ നമുക്ക് 18ാം പടിയിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അതായത് ഈ 18ാം പടിയിലൂടെ വരുന്ന ഭക്തജനങ്ങൾ അവർക്ക് കുട്ടികൾക്ക് മറ്റൊരു ക്യൂവും അതോടൊപ്പം തന്നെ അല്ലാതെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഈ ഫ്ലൈ ഓവറിലേക്ക് കയറുവാനുള്ള ഈ വഴി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നിന്ന് അവരെ കൃത്യമായും അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്. 18ാം പടിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോരുത്തരും അങ്ങനെ ശരണം വിളിയോടുകൂടി ഇരുമുടിക്കെട്ടുമായി അയ്യൻ്റെ കൊടിമരച്ചൂട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അവരുടെയൊക്കെ മനസ്സിൽ ആ ഒരു വികാരം മാത്രം, അയ്യനെന്ന വികാരം മാത്രം, അവർ ഓരോ പടിയും തൊട്ടു തൊഴുത് അങ്ങനെ അയ്യൻ്റെ തിരുസന്നിധിയിലേക്ക് കയറി വരുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വേണം ഈ 18ാം പടിയിൽ ഡ്യൂട്ടിക്ക് ഇടാനെന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ ആ പല ആവശ്യങ്ങളും ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും നമ്മളോട് വ്യക്തമാക്കിയതാണ്. കാരണം ഈ 18ാം പടിയാണ് ഈ ശബരിമലയുടെ തിരക്ക് നിയന്ത്രിക്കുന്നത് എന്നാണ് കണക്കാക്കുന്നത്. അതായത് ഇവിടെ നിന്നും എത്തുന്ന ഭക്തജനങ്ങൾ ഈ 18ാം പടിയിൽ നിൽക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ അവർ 18ാം പടി കടന്ന് മുകളിലേക്ക് വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ താഴെ എത്തുന്ന ഭക്തജനങ്ങൾ അവിടെ വീണ്ടും കാത്തു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ 18ാം പടിയിലൂടെ ഭക്തജനങ്ങളെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനു വേണ്ടി തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഇരുവശങ്ങളിലുമായും നിയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവരൊക്കെ കൃത്യമായും, അതായത് കുട്ടികളുണ്ടാകാം, അതോടൊപ്പം വയസ്സായ അയ്യപ്പന്മാരുണ്ടാകാം, അവരൊക്കെ അവിടെ നിന്നും, അതായത് കാനനപാത വഴിയും പല വഴിയും വരുന്ന ഭക്തജനങ്ങൾ, അവരെയൊക്കെ തന്നെ ഈ 18ാം പടിയിലേക്ക് എത്തുമ്പോൾ അവരെ ശ്രദ്ധയോടുകൂടി വേണം മുകളിലേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ്. അവർ ഇരുമുടിയുമായി അങ്ങനെ താഴെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ നടപ്പന്തലിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഈ 18ാം പടി വരെ അങ്ങനെ ഭക്തജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഈ 18ാം പടി കയറി വേണം മുകളിലെത്തി ആ ഫ്ലൈ ഓവർ കടന്ന് സോപാനത്തിനരികെ എത്താൻ. ഓരോ വർഷത്തെയും കാത്തിരിപ്പ് അത് ഈ 18ാം പടിയിലേക്ക് എത്തുമ്പോൾ അവരുടെയൊക്കെ മനം നിറയെ അയ്യപ്പനാണ്. ആ ഒരു ശരണം വിളിയൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ ശരണമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് അവരിങ്ങനെ ഓരോ പടി വീതം കയറി അയ്യൻ്റെ ആ കൊടിമര ചുവട്ടിലെത്തി അവിടെ മുകളിലേക്ക് കയറി സോപാനത്തിനരികെ എത്തി അയ്യപ്പനെ ദർശിക്കുമ്പോൾ അടുത്ത വർഷവും ഇതുപോലെ തന്നെയാണ്. അടുത്ത മണ്ഡലകാലത്തും എല്ലാ മാസവും എത്തുന്നവരുണ്ട്. അതോടൊപ്പം ഓരോ മണ്ഡലകാലങ്ങളിലും എത്തുന്നവരുണ്ട്. അവരൊക്കെ തന്നെ അയ്യപ്പനെ ദർശിച്ച ശേഷം അടുത്ത ആ ഒരു കാലത്തേക്കുള്ള കാത്തിരിപ്പാണ്. എന്തായാലും 41 ദിവസം വ്രതം നോറ്റ് മാലയിട്ട് ഇരുമുടിക്കെട്ടുമായി ഇങ്ങോട്ടേക്ക് ആ ശരണമന്ത്ര മുഖരിതമായിട്ടുള്ള സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ചോറൂണ് നടത്തുന്ന സമയമൊക്കെയാണ് രാവിലെ. എന്തായാലും അതിനുവേണ്ടി ഈ കൊച്ചു കുഞ്ഞുങ്ങളെ, അതായത് കൊച്ചു മാളികപ്പുറങ്ങളെയും കൊച്ചു അയ്യപ്പന്മാരെയും ഒക്കെ ഈ സന്നിധിയിലേക്ക് കൊണ്ടുവരാറുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഈ അതായത് ഈ തിരുസന്നിധിക്ക് മുൻപിലാണ്, ആ കൊടിമര ചുവട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടേക്ക് അയ്യപ്പ ഭക്തരെത്തി ഒരു വശത്തൂടെ അങ്ങനെ എത്തുന്ന ആ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.